അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തായാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും വ്യൂവേഴ്സിനോടൊക്കെ ഒരുപാട് താങ്ക്സ്. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വായിച്ചു. മാക്സിമം എനിക്ക് പറ്റാവുന്നതിനൊക്കെ ഞാൻ മറുപടി ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ ഒരു വീഡിയോ അതും പഴയ കണ്ടൻറ്റ് തന്നെയാണ്. കാരണം ഇന്നലെ ഞാൻ ഷാജിദയുടെ ഒരു വീഡിയോ കാണാനിടയായി. ഷാജിദയുടെ മിക്ക വീഡിയോ ഞാൻ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഷാജിദ തന്നെ പറയുന്നുണ്ട്, എൻ്റെ ഒരു വീഡിയോ കാണുമ്പോഴേക്കും അല്ലെങ്കിൽ ഞാനൊരു വീഡിയോ ഇടുമ്പോഴേക്കും എല്ലാവരും അതിനെ റിയാക്ട് ചെയ്ത് സംസാരിക്കുന്നതെന്ന്. കാരണം ഞാനിപ്പോൾ 2 വീഡിയോ ചെയ്തിട്ടും ഞാൻ അതിനകത്തൊരു കുറ്റപ്പെടുത്തിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാനങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ വേറൊന്ന് ഷാജിദ എന്നെ പറഞ്ഞിട്ടുമില്ല കേട്ടോ, അത് വേറെ കാര്യം. എനിക്ക് ഷാജിദയോടെ ആയാലും അല്ലെങ്കിൽ മറ്റുള്ളവരോടായാലും സഹതാപവും സ്നേഹവും മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ ആർക്കും ഒന്നും കൊടുക്കുന്നില്ല, നമുക്കതിന് നമ്മുടെ കയ്യിലില്ല. മാത്രമല്ല അവർക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ ആ കൂലി അള്ളാഹു അവർക്ക് കൊടുത്തിട്ടുണ്ടാവില്ല. അവർ വിചാരിച്ചപ്പോഴേ അവർക്കത് കൊടുത്തിട്ടുണ്ടാകും. പിന്നെ ഷാജിക്ക് അഹങ്കാരമാണെന്ന് പറഞ്ഞു. അത് ഷാജിയുടെ ഒരു വീഡിയോ ചെയ്ത എൻ്റെ വീഡിയോക്ക് താഴെ വന്ന കമൻറ്റുകളിലും ഒരുപാട് ആളുകൾ അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പറയാനുണ്ടായ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാജിദയുടെ 2 വീഡിയോ കാണുകയുണ്ടായി. ഒന്ന് ഷാജിദ ഇട്ട വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ നിക്കാഹ് കഴിഞ്ഞു, ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്തു, അത് ഞാൻ നിങ്ങളോട് പറയാതെയാണ് എന്ന് പറഞ്ഞു. മുന്നേ ഉള്ള വീഡിയോകളിലൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്താൽ കാണാൻ പറ്റും. ഷാജിദ പറയാറുണ്ട്, ഞാൻ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ നിങ്ങളോട് വന്ന് പറയും എന്ന് ഒരു വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. പിന്നെ ഷാജിദയുടെ മക്കളെക്കുറിച്ചും ഷാജിദയെക്കുറിച്ചൊക്കെ അപ്ഡേഷൻ എല്ലാ കാര്യങ്ങളും ഷാജിദ ഒന്ന് പുറത്തു പോയാൽ പോലും ഷാജിദ കാര്യങ്ങൾ നമ്മുടെ യൂട്യൂബിൽ വന്ന് പറയാറുണ്ട്. അപ്പം നമുക്ക് ഷാജിദയോടുള്ള ഒരു ഇഷ്ടം അല്ലേ, ഷാജിദ എല്ലാം തുറന്നു പറയുന്നു. എല്ലാ കാര്യങ്ങളും ഷാജിദ നമ്മളോടാണ് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ഒരു ഫാമിലി മെമ്പറായിട്ട് ഷാജിദയെ കുറേ പേരെങ്കിലും ഷാജിദ തന്നെ പറയുന്നുണ്ട്, 99 ആളുകളും എന്നെ നല്ലത് പറയുന്നു, ഒരാളാണ് എന്നെക്കുറിച്ച് പൊട്ട പറയാനുണ്ടാവുള്ളൂ എന്ന് ഷാജിദ പറയുന്നത്. ഷാജിദയുടെ വിശ്വാസമാണ്, ഷാജിദയുടെ മനസ്സാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാജിദയ്ക്ക് തന്നെ അറിയാം, ഷാജിദയ്ക്ക് എന്നല്ല എല്ലാ ആളുകളുടെ കാര്യം അങ്ങനെ തന്നെയാണ്. 99% ആൾക്കാരൊക്കെ നല്ലത് പറയുന്നുണ്ടെങ്കിൽ ഷാജിദ ഭാഗ്യവതിയാണ്. നമ്മളെയൊക്കെ കുറിച്ച് 99 ആളും കുറ്റാവും ചിലപ്പോൾ പറയുന്നുണ്ടാവുക, ചിലപ്പോൾ 1% നല്ലത് പറയുന്നുണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും നല്ലത് പറയുന്നവർക്കും പൊട്ട പറയുന്നവർക്കും അതിൻ്റേതായ കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രദാനം ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ വേറൊന്ന് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഷാജിദയുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു. ഈ റിയാക്ട് ചെയ്യാനുള്ള കണ്ടൻറ് ഇട്ട് കൊടുക്കുന്നത് അവരവർ തന്നെയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ ഷാജിദയെക്കുറിച്ച് തെറ്റിദ്ധരിച്ച് കുറേ ആളുകൾ എനിക്ക് താഴെ മെസ്സേജുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞത്. കാരണം ആ കുട്ടി അനുഭവിച്ച വേദന ആ കുട്ടിക്കേ അറിയൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് എനിക്കതിലൊരു ക്ലാരിറ്റി തരേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല ഞാനിപ്പോൾ വിഷയം ഇടുന്നത്. ഇപ്പോഴത്തെ എൻ്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഷാജിദയ്ക്ക് മഹർ ഇട്ടു, മഹർ കെട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ചൊരു തർക്കവും കാര്യങ്ങളൊക്കെ നമ്മൾ പല വീഡിയോ കണ്ടു. പക്ഷേ ഒരു മഹർ എന്ന് പറഞ്ഞതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീക്ക് അല്ലേ ഒരു വിവാഹ മൂല്യമായി അവളെ വിവാഹം കഴിക്കുന്ന പുരുഷൻ സമ്മാനമായി കൊടുക്കുന്ന അല്ലെങ്കിൽ അവൾ ആവശ്യപ്പെടുന്നത് എന്താണോ അതാണ് ആ വിവാഹ മൂല്യം. അല്ലാണ്ട് നിസ്സാരവൽക്കരിക്കേണ്ട ഒരു സാധനമല്ല അത്. ആ സ്ത്രീ എന്താണോ അവൾക്ക് വിവാഹമൂല്യമായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത് അത് കൊടുത്ത് അവളെ തൃപ്തിപ്പെടുത്തിയെങ്കിൽ മാത്രമാണ് ആ വിവാഹ മൂല്യം സ്വഹിയാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. ഞാൻ എൻ്റെ വിശ്വാസം പറയുന്നു. പല ആളുകളും പല അഭിപ്രായങ്ങളും പറയുന്നവരുണ്ട്. കാരണം ഇന്നലെ ഞാനിട്ട വീഡിയോയിൽ യത്തീം മക്കൾ ആ കുട്ടികളും ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടട്ടെ. ഞാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല, ഉപ്പ ഇല്ലാത്തൊരവസ്ഥ ആ മക്കൾക്ക് ഉണ്ട് അല്ല, ഓൾറെഡി ഉണ്ട്. പക്ഷേ ആ ഉപ്പയുടെ സ്നേഹം, ഇപ്പോൾ ഷാജിദ പറഞ്ഞു ഷാജിദയ്ക്ക് ഒരു ഭർത്താവിൻ്റെ സ്നേഹവും സാമീപ്യവും ഒക്കെ വേണം, ആവശ്യമുണ്ട് എന്ന് ഷാജിദ പറഞ്ഞതുപോലെ ആ മക്കൾക്കും ആഗ്രഹിക്കാമല്ലോ അല്ലേ. അപ്പോൾ ആ മക്കൾക്ക് അത് ആഗ്രഹിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഷാജിദ വിവാഹം കഴിച്ച ആളെയാണ് അവർക്ക് കൂടുതലായിട്ട് ആഗ്രഹിക്കാൻ പറ്റുള്ളൂ. ഞാനത് അത്രയേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ആ മക്കളെ കൂടി നല്ല രീതിയിൽ സ്നേഹിക്കാനുള്ള ഒരു മനസ്സുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അതിലൊന്നും ഒരു കളങ്കവും ഇല്ല കേട്ടോ. പിന്നെ ഷാജിദ പറഞ്ഞ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രജിസ്റ്റർ മാരേജ് ചെയ്തതിനെ കുറിച്ച് പറഞ്ഞു. അത് അങ്ങനെ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. രജിസ്റ്റർ മാരേജ് ചെയ്യൽ പാടുണ്ടോ എന്ന് ചോദിച്ചത് മറ്റൊരു കാര്യമാണ്. നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ആൾക്കാരാണല്ലോ, ഇന്ത്യൻ നിയമം എന്താണോ അത് നമ്മൾ പാലിച്ചേ പറ്റൂ. എല്ലാവരും ഇപ്പോൾ രജിസ്റ്റർ മാരേജ് രജിസ്റ്റർ ചെയ്യേണ്ട നിർബന്ധിതരാണ് നമ്മളെല്ലാവരും. പക്ഷേ ഈ പറഞ്ഞതിന് മറ്റൊരർത്ഥമുണ്ട്. കാരണം ഇപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ വിവാഹം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒരുമിച്ച് ലൈഫ് പങ്കിടാറുണ്ട്. പക്ഷേ ഇസ്ലാമിൽ അങ്ങനെ പാടില്ല.
കാരണം രജിസ്റ്റർ ചെയ്ത് അവർ ശാരീരിക ബന്ധം പുലർത്തി കഴിഞ്ഞാൽ അത് വ്യഭിചാരമായിട്ടാണ് ഇസ്ലാം കണക്ക് കൂട്ടുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിക്കാഹ് എന്ന ഒരു പുണ്യകർമ്മം നടന്നെങ്കിൽ മാത്രമാണ് അതിനെ അവർ തമ്മിൽ വിവാഹം ചെയ്തു എന്ന് അംഗീകരിക്കുന്നുള്ളൂ. ഇസ്ലാമിലെ കാര്യം പറഞ്ഞ കേട്ടോ, എനിക്ക് എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഷാജിദ ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം ഇവർക്കൊക്കെ അറിയുള്ളൂ, നമുക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, അറിവ് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഞാൻ ആദ്യമേ തന്നെ എൻ്റെ വീഡിയോയിൽ പറയാണ്ട് തുച്ഛമായ അറിവുകളൊക്കെ നമുക്കുള്ളൂ. പക്ഷേ വിവാഹമൂല്യവും രജിസ്റ്റർ മാരേജും ഇതാണെന്നാണ് ഞാൻ അറിഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനതിവിടെ പറയാൻ കാരണം. പിന്നെ മറ്റൊന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാജിദ പറഞ്ഞു എൻ്റെ ഭർത്താവ് മരിച്ചു, 32 വയസ്സ് മാത്രം പ്രായമാണെന്ന് പറഞ്ഞു അല്ലേ? സത്യമല്ലേ ആ കുട്ടി ചോദിച്ചത്? 32 വയസ്സ് പ്രായമായ ഒരാൾക്ക് വികാര വിചാരങ്ങൾ പാടില്ലേ? ഇത് അടക്കി പിടിച്ച് ജീവിക്കണോ എന്ന് ആ കുട്ടി ഒരു ചോദ്യം ചോദിച്ചു. ആരും ഷാജിദയോട് അങ്ങനെ പറഞ്ഞതായിട്ടുള്ള അറിവ് എനിക്കില്ല. പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ എന്നോട് കുറേ ആളുകൾ എന്നോട് വിവാഹാഭ്യർത്ഥന നടത്തുന്നുണ്ട്, എനിക്ക് കോൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ചില സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ട്, എന്ത് വേണ്ട മോളെ, ഈ മക്കളെ നോക്ക്, അവർ മക്കളെ സ്നേഹിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ അനുഭവങ്ങളാണ്. നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ, നമുക്ക് നമ്മളിലും വരാൻ പോകുന്ന ജീവിതത്തിലും വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ വഴിക്ക് തന്നെ നീങ്ങാം. അതിലെന്താ ഒരു കുഴപ്പമുള്ളത്? അല്ലേ? നമ്മൾ തെറ്റായൊരു മാർഗ്ഗമല്ല തിരഞ്ഞെടുത്തത്. നമ്മൾ ന്യായമായ രീതിയിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട് നമ്മുടെ വികാരവും വിചാരമൊക്കെ നടപ്പിലാക്കുന്നതിന് എന്താ പ്രശ്നമുള്ളത്? ഒരു പ്രശ്നവുമില്ല. അതിനാരും കുറ്റം പറയേണ്ട ആവശ്യമില്ല. ഷാജിദ പറഞ്ഞത് അത് 100% ശരിയാണ്. പക്ഷേ ഇതിലങ്ങനെ പറയാനുള്ള ഒരു കണ്ടന്റ് ഇട്ട് കൊടുത്തത് ആരാണ്? അത് ഷാജിദ തന്നെയാണ്. കാരണം ഷാജിദ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എൻ്റെ മക്കളെ നോക്കണം എന്നാണ് എനിക്ക് ആഗ്രഹമുള്ളൂ, എനിക്കൊരു ഭർത്താവിൻ്റെ ആവശ്യമില്ല. ഇനി അഥവാ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ, അല്ലേ, സമൂഹത്തെ പേടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതല്ലാതെ ഷാജിദയ്ക്ക് ആവശ്യം ഉണ്ടായിട്ടില്ല, അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ എന്നെയും എൻ്റെ മക്കളെയും നല്ല രീതിയിൽ നോക്കാൻ കഴിയുന്ന ഒരാളെ മാത്രമേ ഞാൻ അങ്ങനെ സ്വീകരിക്കുകയുള്ളൂ. മാത്രമല്ല ഭാര്യയുള്ള ഒരാളാവാൻ പാടില്ല, മക്കളുള്ള ആളാവാൻ പാടില്ല എന്നൊക്കെ ഷാജിദയുടെ വീഡിയോയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടും ചില ആളുകൾ അതിനെ വിമർശിച്ചിട്ടുണ്ടാകാം. ഷാജിദ പറഞ്ഞതിൽ ഒരു തെറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. കാരണം ഷാജിദ പറയുന്നത്, എനിക്ക് വിവാഹം കഴിക്കാനുള്ള പ്രായം തെറ്റിയിട്ടൊന്നും ഇല്ല അല്ലേ, 50 വയസ്സായ ഒരു കല്യാണം കഴിക്കുന്നില്ലേ, എന്ത് 32 വയസ്സായ ആൾക്കൊരു പ്രശ്നം? അതിലൊരു പ്രശ്നമൊന്നും നമ്മൾ കണ്ടില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് മരിച്ചതോ അല്ലെങ്കിലും ഭർത്താവ് ഉപേക്ഷിച്ചതുമായ സ്ത്രീകളെ കൊട്ടാൻ വരുന്ന ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. അത് ഷാജിദ പറഞ്ഞ മാതിരി കുറേ പൂവാല ശല്യം തീർച്ചയായിട്ടും ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇതിനെയൊക്കെ ഷാജിദ യൂട്യൂബിൽ കൊണ്ടുവന്ന് ഇടുമ്പോഴാണ് ഷാജിദയെക്കുറിച്ച് ആളുകൾ നെഗറ്റീവോ അല്ലെങ്കിൽ പോസിറ്റീവോ ഒക്കെ സംസാരിക്കുന്നത്. എല്ലാ ആളുകളും ഒരേ വോയിസിലല്ല നമ്മുടെ വീഡിയോ കാണുക. അപ്പം ഞാനിടുന്ന വീഡിയോയിൽ എത്രയോ ആളുകൾ നെഗറ്റീവ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, കുറേ പേര് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ആർക്കും ഒരു ശല്യമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടില്ല. ഇതും അങ്ങനെ തന്നെയാണ് കേട്ടോ, ഇതും ഒരിക്കലും അങ്ങനെയല്ല. പിന്നെ ഷാജിദ മറ്റൊരു കാര്യം ചോദിച്ചു, എനിക്ക് നല്ലൊരു ഡ്രസ്സ് ഇടാൻ പാടില്ലേ? നമ്മളോട് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. നമുക്ക് നല്ല ഡ്രസ്സ് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. നമ്മളത് ചെയ്യണം, ഇത് ചെയ്യണം, ഇതൊക്കെ നിർബന്ധിക്കുന്നത് ആരെയാണെന്നറിയോ? വിശ്വാസികളായ ആളുകളെയാണ്. ഇപ്പോൾ ഷാജിദ പറഞ്ഞു, എനിക്ക് റബ്ബിൽ വിശ്വാസമുണ്ട് അല്ലേ? അത് ഷാജിദ അങ്ങനെ എന്താ പറയുക, അരക്കിട്ടുറപ്പിക്കുമ്പോൾ ആളുകൾ ഉദ്ദേശിക്കുന്നത് ഷാജിദ ഇസ്ലാമിൻ്റെ ഒരു ദീനിയായൊരു കുട്ടിയാണ്. അതുകൊണ്ട് ദീനിനെ സ്നേഹിക്കുന്ന പല ആളുകളും പറഞ്ഞിട്ടുണ്ടാവും, ഷാജി മോളെ നീ അങ്ങനെ ചെയ്യല്ലേ, അങ്ങനെ ഇടല്ലേ, അത് ഇസ്ലാമിനെതിരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്യേണ്ട ആൾ ഷാജിദയാണ്. ഷാജിദയ്ക്ക് എങ്ങനെയുള്ള ഡ്രസ്സും ഷാജിദയ്ക്ക് ധരിക്കാം അല്ല? ഷാജിദയ്ക്ക് അങ്ങനെ ധരിച്ചത് കൊണ്ടെന്ന് ഷാജിദയ്ക്ക് താല്പര്യമുണ്ട്. ഷാജിദയുടെ ഈമാൻ ഷാജിദയുടെ മനസ്സിലാണ്. ഷാജിദയ്ക്ക് ഈമാൻ ഉറപ്പുണ്ടെങ്കിൽ ഷാജിദയ്ക്ക് എന്തും ചെയ്യാം. നമ്മളതിനെ കുറ്റപ്പെടുത്തി സംസാരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്കും തോന്നിയില്ല കേട്ടോ. അതും ഷാജിദ പറഞ്ഞത് ശരിയാണ്. പിന്നെ ഷാജിദയെ വിവാഹം കഴിച്ച ആൾ ഫുൾ സപ്പോർട്ടാന്ന് പറഞ്ഞു. അതും അൽഹംദുലില്ലാ, അതും ഷാജിദ ഭാഗ്യവതിയാണ് അല്ലേ? പിന്നെ എനിക്ക് ഷാജിദയുടെ കാര്യത്തിലൊരു അഭിപ്രായ വ്യത്യാസം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിയമപരമായി ഞാൻ ഇതിനെ നേരിടും എന്ന് ഷാജിദ അതിനകത്ത് പറയേണ്ടായി. നിയമപരമായി നേരിടാൻ മാത്രമുള്ള ഒരു കുറ്റം അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ. കാരണം എനിക്ക് യൂട്യൂബിനെ കുറിച്ച് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഒരു നിസാര കാര്യത്തിനൊന്നും പോയിട്ട് നമുക്ക് റിപ്പോർട്ട് അടിക്കാനോ അല്ലെങ്കിൽ നമുക്കൊരു കംപ്ലയിൻറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. യൂട്യൂബിന് പല നിയമങ്ങളുണ്ട്. കാരണം കുറേ നിയമങ്ങളുടെ ഒരു സംഹിത, ഒരു കൂട്ടമാണ് യൂട്യൂബിലുള്ളത്. ആ നിയമങ്ങളൊക്കെ നമ്മൾ സമ്മതിച്ച് ഒരു കരാറിൽ ഒപ്പിടുന്ന പോലെ ഒപ്പിട്ടിട്ട് തന്നെയാണ് നമ്മൾ യൂട്യൂബിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ പല ആളുകളും പല അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ പറയും.
അപ്പം നമുക്കത് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ നമ്മളിടുന്ന വീഡിയോ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുക. കാരണം ഷാജിദ് ഒരു വീഡിയോ ഇട്ടു, ഇതെൻ്റെ മഹറാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കാണിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ ഇട്ടു. ഈ മഹർ നാട്ടുകാർക്ക് കാണേണ്ട ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമുണ്ടോ? അത് ഷാജിദയും ആ മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധമാണ്. ഷാജിദയ്ക്ക് ആ മഹർ ഇപ്പോൾ 4 ആളെ കാണിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ഷാജിദ് ഇപ്പോൾ എന്താ പറയുക, ആ മുസ്ലിംസായ സഹോദരങ്ങൾ അവർ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ വിവാഹത്തിൻ്റെ അടയാളമായിക്കൊണ്ട് അവർ സിന്ദൂരം തൊടാറുണ്ട്. അതിന് മറ്റൊരു ഇതും കൂടി ഉണ്ട്. കാരണം ആ ഭർത്താവിൻ്റെ ആയുരാരോഗ്യത്തിന് വേണ്ടിയിട്ടും കൂടിയാണ് അവരത് ഇടുന്നതെന്നാണ്. അപ്പം അതിന് ഒരുപാട് പ്രാധാന്യം അവർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മഹർ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മഹർ ഇങ്ങനെ കാണാനൊന്നും കിട്ടൂല. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞത് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ, ഇപ്പോൾ ഷാജിദയുടെ ഡ്രസ്സിങ് ആയാലും അല്ലെങ്കിൽ ഷാജിദയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ആളുകൾ പറയുന്നുണ്ടെങ്കിൽ ഷാജിദയെ കാണുന്ന ഒരു രീതി ഒരു മുസ്ലിം പെൺകുട്ടിയാണ് അല്ലേ. മാത്രമല്ല ഒരു ഭർത്താവ് മരിച്ചുപോയ വിധവയായ 5 മക്കളുടെ ഉമ്മയായ ഒരു കുട്ടിയായിട്ടാണ് ഷാജിദയെ എല്ലാവരും കണ്ടത്. കാരണം ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു അവസ്ഥ വന്നൂല്ലോ എന്നുള്ളൊരു സഹതാപം. അപ്പോൾ എല്ലാവരും ഒരു ദീനീ സ്നേഹിയായ ആളായിട്ട് ഷാജിദയെ കണ്ടതുകൊണ്ട് ആ ഒരു കൺസെപ്റ്റുള്ള ആളുകൾ ഒരു പക്ഷേ ഷാജിദയോട് പറഞ്ഞിട്ടുണ്ടാകാം. ഷാജിദയുടെ കമൻറ്റുകളൊക്കെ നമ്മളും കണ്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഷാജിദ പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അതിനും ഒരു ക്ലാരിഫിക്കേഷൻ കൊണ്ട് ഷാജിദ പറഞ്ഞു, പണ്ടൊക്കെ ഞാൻ എൻ്റെ മുഷിഞ്ഞ നൈറ്റിയാണോ അല്ലെങ്കിൽ പഴയ നൈറ്റി ഇട്ട് സങ്കടം പറയുമ്പോൾ കരഞ്ഞ് ഞാൻ പൈസ ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ തട്ടിയെടുക്കുന്നോ എന്തൊക്കെയോ അങ്ങനെയൊക്കെ ഒരു ടോക്ക് ഉണ്ടായി. പിന്നെ ആ ഒരു മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാമല്ലേ. ഒരു ഭർത്താവ് മരിച്ച പെണ്ണിൻ്റെ ഒരു മാനസികാവസ്ഥ, മക്കൾ നാളെ എന്നൊരു അവസ്ഥയൊക്കെ ആ കുട്ടിക്കുണ്ടാവും. ഞാൻ കണ്ടിട്ടുണ്ട് ഷാജിദ ജോലിക്കൊക്കെ പോകുമ്പോൾ വളരെ കഷ്ടപ്പെട്ടിട്ട് അല്ലേ കുട്ടികളുടെ കാര്യമൊക്കെ കഴിച്ചിട്ട് ഓടി ആ നടക്കുന്ന വഴിയിലൂടെയൊക്കെ വീഡിയോ ചെയ്തു പോയൊരു ഷാജിദേനെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഷാജിദയുടെ ആ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഷാജിദയുടെ ആ വീഡിയോ ഒക്കെ കാണുമ്പോൾ പലപ്പോഴും നമുക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്, കരഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ ഒരു അവ്യക്തമായിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് വേയിൽ നമ്മൾ ആ മനുഷ്യനെ കുറിച്ച് പോലും നമുക്ക് വെറുപ്പ് തോന്നിയിട്ടുണ്ട് മനസ്സിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ എന്ത് ചതിയാണ് ആ കുട്ടിയോട് ചെയ്തതെന്നൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സ്വാഭാവികതയാണ്, ഒരിക്കലും അതിനൊന്നും നമ്മൾ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ തന്നെ ഷാജിദ പറഞ്ഞു, ഷാജിദയെ ആളുകൾ ഇഷ്ടപ്പെട്ടു അല്ലേ. ഷാജിദയോടുള്ളൊരു ഇഷ്ടം, ഒരു നിഷ്കളങ്ക ഭാവം ഷാജിദയിൽ ഉണ്ടായിരുന്നു. ആ നിഷ്കളങ്ക ഭാവം നഷ്ടപ്പെട്ടു എന്ന ആളുകൾക്ക് തോന്നിയപ്പോഴാണ് ആളുകൾ ഷാജിദയെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയത്. അതിന് ഷാജിദ വിഷമിച്ചിട്ട് ഒരു കാര്യവുമില്ല. കാരണം നമ്മൾ തന്നെ അവർക്ക് തോട്ടിട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെയുണ്ട്, എനിക്ക് വിചാരമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ ഏത് മൈൻഡിലാണ് ഷാജിദയെ കാണേണ്ടത്? അതുകൂടി ഷാജിദ ഒന്ന് ചിന്തിക്കണമല്ലോ അല്ലേ. ഷാജിദയോട് ആരെങ്കിലും പറഞ്ഞോ ഷാജിദ വിവാഹം കഴിക്കരുതെന്നോ അല്ലെങ്കിൽ ഷാജിദ യൂട്യൂബിൽ വീഡിയോ ഇടാനോ ഒന്നും ആരും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഷാജിദ ചെയ്തത് എന്തിനാണ്? ഷാജിദയ്ക്ക് ഏണിങ്സ് ഉണ്ടാവാനും ഷാജിദയുടെ മക്കളെ നല്ല രീതിയിൽ പോറ്റാനും ഒക്കെയാണ്. ഇതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് ഷാജിദയ്ക്ക് മറ്റൊരു വിവാഹത്തിന് തയ്യാറായിക്കൊണ്ട് മറ്റൊരു വിവാഹം കഴിച്ച് ഷാജിദയ്ക്ക് സുഖമായി ജീവിക്കാമായിരുന്നില്ലേ? ആരെങ്കിലും എതിര് പറഞ്ഞോ? ഒരാൾ എതിര് പറയില്ല. ഇനിയിപ്പോൾ യൂട്യൂബിൽ വന്നാലും ആരും എതിര് പറയില്ല. ആർക്കും എതിര് പറയാനുള്ള അവകാശമുള്ളത്? ആർക്കും അവകാശമില്ല. എൻ്റെ ജീവിതം ഞാൻ തീരുമാനിക്കുന്നതാണ്, അത് എൻ്റേത് മാത്രമാണ്. പക്ഷേ മറ്റുള്ളവരെ കുറിച്ച് ഷാജിദ പറയുമ്പോൾ അതുപോലെ തന്നെ ഷാജിദയെ കുറിച്ച് പറയാൻ മറ്റുള്ളവർക്ക് അവകാശം ഉണ്ടല്ലോ അല്ലേ. ഷാജിദ ഇപ്പോൾ പറഞ്ഞ എല്ലാവരും നെഗറ്റീവ് കൊണ്ടുവരുന്നു. ആരാണ് ഷാജിദയെ നെഗറ്റീവ് പറയുന്നത്? എന്തുകൊണ്ടാണ് പറയുന്നത്? ഒരാൾ നമ്മളിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അതല്ലെങ്കിൽ വിരൽ ചൂണ്ടുന്ന ആൾ ചിന്തിക്കുക, ഞാൻ ഒരാളുടെ മേലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ എന്നിലേക്ക് എത്ര വിരലുകൾ ചൂണ്ടുന്നുണ്ട് എന്ന് ചിന്തിച്ച തീരാവുന്ന വിഷയം എവിടെയുള്ളൂ. അപ്പോൾ ഞാൻ ഈ പുതിയൊരു ക്ലാരിഫിക്കേഷൻ കണ്ടപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാൻ തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാജിദയുടെ ആ വീഡിയോ, മുന്നത്തെ ഒരു വീഡിയോ അല്ലേ. കാരണം എന്നെ ഇനി ആരും വിധവ എന്ന് വിളിക്കരുത്. ഷാജിദയ്ക്ക് ഇതിലും ഭംഗിയായിട്ട് പറയാമല്ലോ അല്ലേ. ഷാജിദയുടെ ഒരു വിവാഹ ഫോട്ടോ ഇടാം. ഇനിയിപ്പോൾ ഭർത്താവിനെ ഷാജിദയുടെ ഭർത്താവിനെ കാണിക്കുന്നത് തെറ്റല്ലെങ്കിൽ ഒരു വിവാഹ വേഷം ഉണ്ടാവില്ല അല്ലേ. ഭർത്താവിനെ ബ്ലോക്കാക്കി നിർത്തിക്കൊണ്ട് ഷാജിദയുടെ മാത്രം ഒരു ഫോട്ടോ ഇട്ടിട്ട് ഷാജിദയ്ക്ക് പറയാമായിരുന്നു, ഞാൻ വിവാഹിതയായി അൽഹംദുലില്ലാ അല്ല. ഒരൊറ്റ വാക്ക്, ഞാൻ വിവാഹിതയായി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര നെഗറ്റീവ് കണ്ടൻറ്റുകൾ അല്ലെങ്കിൽ നെഗറ്റീവുകൾ ഷാജിദയുടെ മേലിൽ നിന്ന് പോകുമായിരുന്നില്ലേ? എന്തുകൊണ്ട് ഷാജിദ അത് ചെയ്യാതെ ഷാജിദ എന്തിനാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എൻ്റെ ഹാഫ് കൈന് കമൻ്റ് ഇടരുത്, പിന്നെ ഷാജിദ വേറൊന്ന് പറഞ്ഞു ഞാൻ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് മത്ത് കുത്തിയിട്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഷാജിദയുടെ ഇഷ്ടമാണ്. ഷാജിദ മത്ത് കുത്തിയിട്ടോ ഇനി തട്ടം പോലും ഇടാണ്ട് ചെയ്താലും അത് ഷാജിദയുടെ ഇഷ്ടമാണ് അല്ലേ.
എല്ലാ ആളുകളും ഒരേപോലെ എല്ലാ സമയത്തും ഒരേപോലെ ഇരിക്കണമെന്ന് നമ്മളൊന്നും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഇത് ഓരോ വ്യക്തികൾ അവരവരുടെ സ്വാതന്ത്ര്യമാണത്, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ ചെയ്തോട്ടെ. ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു ബ്ലോഗർ ജാസ്മിൻ ജാഫർ. എനിക്ക് ഇന്നും ആ കുട്ടീനെ ഭയങ്കര ഇഷ്ടമാട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി ജീവിതത്തിൽ അനുഭവിച്ച വിഷമാണ്. അന്ന് ആ കുട്ടി ചെയ്ത വീഡിയോയും ഇന്ന് ആ കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോയും തമ്മിൽ അജഗജാന്ത വ്യത്യാസമുണ്ട്. ഒരുപാട് അന്തരമുണ്ട്. കാരണം അന്ന് ഒരു സ്പ്രേ പോലും ആ കുട്ടി ശരീരത്തിൽ അടിക്കാറില്ല. കാരണം അതെനിക്ക് ഹറാമാണ് എന്ന് ആ കുട്ടി പറഞ്ഞപ്പോഴാണ് മറ്റുള്ളവർ അത് അങ്ങനെ ഒരു ഹറാമുണ്ടോ എന്ന് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവുള്ള ആൾക്കാർ, കുറേ ആൾക്കാർ കേട്ടോ, സോഷ്യൽ മീഡിയയിൽ വരുന്ന ആൾക്കാർ. അതിനുശേഷം പിന്നെ ആ കുട്ടിയുടെ ജീവിത രീതി മൊത്തത്തിൽ മാറി. അത് ആ കുട്ടിയുടെ ഇഷ്ടം, നമുക്ക് എന്താ തെറ്റ്? നമ്മളാരും ആ കുട്ടിയെ ഇസ്ലാം വൽക്കരിച്ചിട്ട് കാണണ്ട. ആ കുട്ടിയുടെ വിശ്വാസത്തിൽ ഇങ്ങനെയൊന്നും ചെയ്യുന്നത് തെറ്റില്ലെങ്കിൽ പിന്നെ അതിലെന്താ തെറ്റ്? ഷാജിദയുടെ കാര്യത്തിലും തെറ്റൊന്നുമില്ല. പക്ഷേ ഷാജിദ വന്ന് പറയാൻ ഇത്രയും ഇതൊന്നായിട്ട് ആ കുട്ടി സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ. കാരണം ജാസ്മിൻ ജാഫർ എപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാസ്മിൻ ജാഫർ ആ കുടുംബത്തെ ഒരുപാട് സ്നേഹിച്ച പെൺകുട്ടിയാണ് അല്ലേ. 18 വയസ്സോ 20 വയസ്സോ 21 വയസ്സൊക്കെ ആകുമ്പോഴേക്കും എത്രയോ ലക്ഷങ്ങൾ ഉപ്പാൻ്റെ കടം വീട്ടേണ്ടി വന്നു അല്ലേ. ആ കുടുംബത്തെ പരിപാലിച്ചു പോകുന്ന കുട്ടിയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരെ കുട്ടി നെഗറ്റീവ് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആളുകളോട് ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയപ്പോഴും എനിക്ക് ജാസ്മിനെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ടെന്ന്. ജാസ്മിനെ ഒന്ന് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറയാറുണ്ട് ഞാൻ. കാരണം ജാസ്മിനെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ മതത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടൊന്നുമല്ല ഞാൻ ജാസ്മിനെ കാണണമെന്ന് പറഞ്ഞത്. ഇപ്പോഴത്തെ കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞത് അന്ന്. കാരണം ബിഗ് ബോസ് ഞാൻ കണ്ടത് തന്നെ ജാസ്മിനെ കുറിച്ചിട്ടുള്ള ഓരോ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ ബിഗ് ബോസ് കാണാൻ തുടങ്ങിയത്. ഞാൻ ബിഗ് ബോസ് കാണാറില്ല, എനിക്ക് ഇഷ്ടമല്ല ബിഗ് ബോസ് കാണാൻ. എന്തൊക്കെയോ എനിക്ക് ഫീൽ ചെയ്യും. പക്ഷേ ആ ജാസ്മിനെ കുറിച്ചിട്ടുള്ള വീഡിയോകൾ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ബിഗ് ബോസ് നല്ലൊരു രസകരമായിട്ട് ഞാൻ കണ്ടിരുന്നു ബിഗ് ബോസ്. അത് എല്ലാ ആളുകൾക്കും അത് അക്സെപ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് അത്ര നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ടു, എനിക്കിഷ്ടപ്പെട്ടു, അത്രയേ ഉള്ളൂ. എന്ന് വിചാരിച്ച് എല്ലാവരും ബിഗ് ബോസ് കാണണം, അത് അത്രയും നല്ലൊരു സാധനം ഇതൊന്നും ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല കേട്ടോ. നിങ്ങളിനി അങ്ങനെയൊന്നും കണക്കാക്കണ്ട. അപ്പോൾ ജാസ്മിൻ ജാഫറിനെ കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ ആളുകൾ പറയും എന്തിനാ അവളെ വെള്ളഭൂഷണി എന്ന് ചിലർ ചോദിക്കും. ഞാൻ എൻ്റെ മൈൻഡാണ് പറഞ്ഞത്. കാരണം വളരെ ചെറുപ്പത്തിലല്ലേ 10, 18, 20, 21 വയസ്സൊക്കെ ആകുമ്പോൾ മാതാപിതാക്കൾ ആ കുട്ടിയുടെ വിവാഹം കഴിച്ചു കൊടുത്ത് ആ കുട്ടിയുടെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട ഒരു സമയത്ത് ആ കുട്ടി ആ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ട് കുടുംബത്തെ ബാധ്യതകളും കഷ്ടപ്പാടുകളും ഒക്കെ തീർത്തി ആ കുടുംബത്തിനെ നിലനിർത്തി പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ കുട്ടിയോട് ഇഷ്ടം തോന്നി, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ജാതിയുടെയും മതത്തിൻ്റെയും ലാബിൽ വെച്ചിട്ടൊന്നും ഞാൻ നോക്കിയതല്ല കേട്ടോ. ജാസ്മിൻ എന്ന പേരോ അല്ലെങ്കിൽ ജാസ്മിൻ ജാഫർ എന്നൊരു പേരോ ഒന്നുമല്ല ഞാൻ കണ്ടത്. കേവലം ഒരു പെൺകുട്ടി ആ ഒരു അർത്ഥത്തിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഷാജിദയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാജിദ എന്ന പെൺകുട്ടി വളരെ സാധുവാണ്, നിഷ്കളങ്കമായ കാര്യങ്ങളാണ് ആ കുട്ടി പറയുന്നത്. ആ കുട്ടിക്ക് അത്ര അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. മനസ്സിലായോ? നമ്മൾ ആരെയും വെല്ലുവിളിക്കേണ്ട ആവശ്യമില്ല. ആരെയാണ് നമ്മൾ വെല്ലുവിളിക്കണേ? നമ്മളെന്താണ് ചെയ്തു തീർക്കണേ? നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? അള്ളാഹുവിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ കുറേ ആളുകൾ നമ്മളോട് അങ്ങനെ നമ്മളിങ്ങനെ ആളുകളോട് ഇങ്ങനെ വൈര്യം കാണിക്കുമ്പോൾ റബ്ബ് നമ്മളോട് എത്രമാത്രം വൈര്യം കാണിക്കണം ഒന്ന് ആലോചിച്ച് നോക്കി അല്ലേ? റബ്ബ് നമ്മളോട് എത്രമാത്രം വൈര്യം കാണിക്കണമെന്ന് കൂടി നമ്മൾ ചിന്തിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാജിദയും മസൂറയുമായി സംസാരിച്ചു, അല്ലെങ്കിൽ മസറൂറ വിളിച്ചു എന്നൊക്കെ പറഞ്ഞു. ഇതിലൊന്നും ഇടപെടേണ്ട ആവശ്യം എനിക്കില്ല കേട്ടോ. ഞാൻ ഇടപെടുന്നതുമല്ല. പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഒരേ തോണിയിലൂടെ സഞ്ചരിക്കുന്ന ആളുകളാണല്ലേ, ഒരേ തോണിയിലെ യാത്രക്കാരാണ്. ഇപ്പം മസൂറയെ സംബന്ധിച്ചിടത്തോളം അവൾക്കും ഒരു ഭർത്താവിൻ്റെ തണലില്ല, ഷാജിദയ്ക്കും അതുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഷാജിദ ഓൾറെഡി കമ്മിറ്റഡാണ്, അല്ലെങ്കിൽ ഭർത്താവുണ്ട്. വളരെ സന്തോഷം. ഷാജിദയ്ക്ക് നല്ലൊരു ലൈഫ് തന്നെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തു. ഞാൻ വെറുതെ പറയല്ല കേട്ടോ, മനസ്സിൽ തൊട്ടിട്ട് തന്നെയാണ് പറയുന്നത്. എനിക്കും ഒരു പെൺകുട്ടിയുണ്ട്, എൻ്റെ വീട്ടിൽ വന്നു കയറിയൊരു പെൺകുട്ടിയുണ്ട്. അപ്പോൾ അവരുടെ ആ മംഗല്യഭാഗ്യം എന്ന് നിലനിൽക്കട്ടെ എന്ന് ദുആ ചെയ്യുന്ന ഒരു ഉമ്മയാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഷാജിദയ്ക്കും ആ ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന്. അതുപോലെ തന്നെ മസറൂറ ഫാത്തിമ പറയുന്നുണ്ട്, എനിക്ക് മതിയായി, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ സഹിച്ച ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് വളരെയധികം സങ്കടങ്ങൾ, ഇനി ഒരു ദാമ്പത്യം ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് വേണ്ട എന്ന് പറയുന്നുണ്ട്. എന്നിട്ടും ആ കുട്ടിയെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ, നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്മിൽ തന്നെ തല്ലൂട്ടും തർക്കും എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. കാരണം ഇന്നലെ ഒരു വീഡിയോ ഇട്ടു, ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞുകൊണ്ട് അല്ലേ. ഷാജിദയുടെ കാര്യം മസറൂറ പറയുന്നു, മസറൂറയുടെ കാര്യം ഷാജിദ പറയുന്നു. എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു കാര്യമല്ലേ? നമ്മൾ ഒരേ കൗമാണ് അല്ലെ, ഒരേ തോണിയിലൂടെ സഞ്ചരിക്കുന്നവരാണ്. എന്നിട്ടും നമുക്ക് പരസ്പരം വിദ്വേഷം മാത്രമേ ഉള്ളൂ. ഇതിനാണ് ഈ വിദ്വേഷം. ഇതുകൊണ്ട് നമുക്ക് എന്ത് നേടാൻ സാധിച്ചു?
അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും മസ്റൂറ ഫാത്തിമ എന്ന് പറയുന്ന ആ ഒരു ചാനൽ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക. വേറെ ഒന്നുമല്ല, ഒരുപാട് സങ്കടങ്ങൾ തന്നെയാണ് ഇതുപോലെയൊക്കെ പറയുന്നത്. അപ്പോൾ കഴിയുന്നവരത് കാണുക. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തസ്ലി മീഡിയ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ അല്ലേ. ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സങ്കടമാണ് അല്ലേ. നമ്മൾ ഒരു പ്രായം, കൊച്ചു കുട്ടിയൊന്നും അല്ല, ഒരു പ്രായം കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ഷാജിദയൊക്കെ പറയുന്ന പോലെയാണെങ്കിൽ ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ തിങ്ങി നിറയുന്ന ഒരു പ്രായം. ആ പ്രായത്തിലും ഉപ്പയില്ല, ആങ്ങളമാരില്ല, ഒരു അനുജത്തിയും ഉമ്മയും മാത്രം, അമ്മാവന്മാരുടെ തണലിൽ കഴിയുന്ന ആ കുട്ടി. അയാളും ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറേ വർഷങ്ങളായി. കാരണം അതിൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊന്നും അത്ര കാര്യഗൗരവത്തോടു കൂടി അത് എടുത്തിട്ടില്ല എന്നത് തന്നെയാണ് കാരണം. അതുകൊണ്ട് തന്നെ ആ കുട്ടി ഇതുവരെ മോണിറ്റൈസ് ആയിട്ടില്ല. അപ്പോൾ വ്യൂവേഴ്സ് കുറവാണ്, കുറേ സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരുപാട് ആളുകളെ സഹായിക്കുന്ന നിങ്ങൾ ദയവ് ചെയ്ത് ആ ഒരു ചാനലും കൂടി പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത് സിലാ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് അസുഖങ്ങൾ അല്ലേ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതിനെയൊക്കെ ഇങ്ങനെ ഒന്നുമല്ല, നെവർ മൈൻഡിൽ തള്ളിക്കളഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ കൂടെയുണ്ട് അല്ലേ, റബ്ബിൻ്റെ കാരുണ്യം എൻ്റെ കൂടെയുണ്ട്. ഞാൻ ഇനിയും എനിക്ക് ഒരു ജന്മം ഇനിയും എനിക്ക് ബാക്കിയുണ്ട് അല്ലേ, ഇനിയും ഒരു ബാല്യം കൂടി എനിക്ക് ഒളിച്ചെഴുതാൻ ബാക്കി എൻ്റെ റബ്ബ് തരും എന്ന് വിശ്വാസം അങ്ങനെ അടിച്ചുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു പാവം പെൺകുട്ടിയിലെ 3 മക്കളാണ്. ഭർത്താവിൻ്റെ ചെറിയ വരുമാനം അല്ലേ, അങ്ങനെ പോകുന്നു. അപ്പോൾ ഇവിടെ സഹായം ഒന്നുമല്ല കേട്ടോ ഞാൻ പറയുന്നത്, നിങ്ങളുടെയൊക്കെ ദുആ. സഹായിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ നിങ്ങൾ സഹായിക്കുക. കഴിയുന്നത് പോലെ ഇപ്പോഴും കീമ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ 17-ാം തീയതിയോ 7-ാം തീയതി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു സ്കാനിങ് ഉണ്ട്. അപ്പോൾ അതെല്ലാവരും ദുആ ചെയ്യുക. ഒരു കുഴപ്പമില്ലാതെ ആ പെൺകുട്ടിക്ക് തൻ്റെ ജീവിതത്തിലേക്ക്, അതായത് ഡിഗ്രി പഠിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്, പിന്നെ 2 ആൺകുട്ടികളുണ്ട്, കുഞ്ഞു മക്കളുണ്ട്. 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഏറ്റവും ഇളയത്. അപ്പോൾ ആ കുഞ്ഞിന് സന്തോഷത്തോടു കൂടിയുള്ള ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യുക അല്ലേ. പിന്നെ അങ്ങനെ ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിലുണ്ട്. നിങ്ങൾ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് അവർ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടിലൂടെ അവർക്ക് വിജയിക്കാൻ സാധിക്കും. എല്ലാവരുടെയും ലക്ഷ്യം ഏണിങ്സ് തന്നെയാണ് അല്ലേ. ഏണിങ്സ്, നല്ലൊരു വരുമാനം കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. നമ്മുടെ സിലാ ഡിസൈൻ ആയാലും അതുപോലെ തന്നെ നമ്മുടെ തസ്ലി മീഡിയ ആയാലും മസൂറ ഫാത്തിമ ആയാലും ഞാനായാലും അങ്ങനെ ഒരുപാട് അസൂറ വ്ളോഗ്സ് ഉണ്ട് അല്ലേ. അസൂറ വ്ളോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി പ്രായമായ ഇത്താത്തയാണ് എൻ്റെയൊക്കെ പോലെ തന്നെ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരും വീഡിയോ ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും ഉദ്ദേശം ഏണിങ്സ് തന്നെയാണ്. ഏണിങ്സ് ആഗ്രഹിക്കാത്ത ആരും വീഡിയോയിൽ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം കേട്ടോ. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് തിരുത്തി പറയാൻ സാധിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും നമ്മുടെ ഈ കൊച്ചു പിള്ളേരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറുപ്പം എനിക്ക് തസ്ലി മീഡിയയുടെ കാര്യക്കൂർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. അവളെ എന്താ പറയുക, ആ ഒരു പൂമുഖം കണ്ടാൽ മതി. നല്ല ഈമാനുള്ളൊരു കുട്ടി. പക്ഷേ അവൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഒരു പരീക്ഷണം, അത്രമാത്രമേ ഉള്ളൂ. ആ ഒരു പരീക്ഷണം. പക്ഷെ അവളുടെ മനസ്സിൻ്റെ സന്തോഷവും സ്നേഹവും എല്ലാമാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ നമ്മുടെ സ്നേഹവും നമ്മുടെ കമൻസും ഒക്കെ. അപ്പോൾ കഴിയുന്നവർ പോയി ആ വീഡിയോസ് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ എന്താ ഞങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്? അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിലൊന്നും ഷാജിദയെയോ അല്ലെങ്കിൽ മറ്റൊരാളെയോ ഒരു കുറ്റപ്പെടുത്തലുകളുമല്ല. പക്ഷേ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരു റിയാക്ഷൻ ഉണ്ടാവും അല്ലേ, അത്രയേ ഉള്ളൂ. കാരണം എന്നെക്കുറിച്ച് വീഡിയോ ഇടുന്ന ആളുകൾ പുറത്ത് പോയിട്ട് പിച്ച എടുത്താൽ മതി എന്ന് പറയും. ഈ പിച്ച എന്ന വാക്കിന് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇല്ലാത്തത് മറ്റൊരാളോട് ചോദിച്ചു വാങ്ങാം, അല്ലെങ്കിൽ നമുക്ക് തികയാത്തത് മറ്റൊരാളോട് ചോദിച്ചു വാങ്ങാമെന്നാണ് ഞാൻ അർത്ഥമാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും പിച്ചക്കാരാണില്ല. യൂട്യൂബിൽ വരുന്ന ഒരുവിധ ആൾക്കാരും പിച്ചക്കാരാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാവരും പറയുന്നുണ്ടല്ലേ, പ്ലീസ് സബ്സ്ക്രൈബ് മീ ആൻഡ് ഷെയർ, എന്താ പറയുക, കമൻറ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പോൾ നമ്മളും ഒരു തരത്തിൽ പിച്ചക്കാരാണ്. അപ്പോൾ എല്ലാവരും അത് ഓർക്കുക. അപ്പോൾ എല്ലാവരും എല്ലാ പന്താവിലൂടെയും കടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മളാരും അത്ര കേമന്മാരൊന്നുമല്ല. ഈ പറയുന്ന ഞാൻ എൻ്റെ ശരീരത്തെയും എൻ്റെ മനസ്സിനെയും ഇതൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങളുടെ സാമീപ്യം ഒന്ന് മാത്രമേ പാടുള്ളൂ. വീഡിയോ ഇത്തിരി ലോങ് ആയിപ്പോയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ മിസ്സാവും കേട്ടോ.
അവ എന്തായാലും സപ്പോർട്ട് ചെയ്യുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ഒന്ന് ബെല്ലൈക്കൺ കൂടി അമർത്തി കഴിഞ്ഞാൽ എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇനി വേറൊരു കാര്യം കേട്ടോ, നിങ്ങൾക്കിപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് താല്പര്യമില്ല. കാരണം നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കൺ അടിച്ച ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് വേണ്ടാന്ന് വയ്ക്കാനുള്ള ഓപ്ഷനും അതിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കതും ചെയ്യാം അല്ലേ. അങ്ങനെ ചെയ്യും. ഇപ്പം എൻ്റെ എന്നല്ല ആരുടെ ആണെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ചില ആളുകൾ പറയും നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാരണമാണ് ഞങ്ങൾ അൺസബ് ചെയ്യുന്നത്. അതൊരു എക്സ്ക്യൂസ് ഒന്നും അല്ല കേട്ടോ. ഒരിക്കലും നമ്മളൊരാളെ സബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അൺസബ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ സബ് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ്. പെട്ടെന്ന് ഒരാളോടുള്ള ഇഷ്ടം എന്തിനാണ് കുറയുന്നത് അല്ലേ. അവരുടെ കാര്യം പറയുമ്പോൾ നമുക്ക് എന്തിനാണ് ഇഷ്ടക്കുറവ് തോന്നണേ. നമ്മൾ ആ സബ് ചെയ്തുകൊണ്ട് നമുക്കൊന്നും ഒരു ദോഷവും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് അവർക്കൊരു ഗുണം ഉണ്ടാവുകയാണെങ്കിൽ അതങ്ങനെ നിലനിന്ന് പൊക്കോട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനങ്ങനെ അൺസബ് ചെയ്യാറില്ല. എനിക്കത് ഒരു തരം ഫീലിംഗ് ആണ്. കാരണം നമ്മൾ സബ് ചെയ്തവരെ അൺസബ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്തൊക്കെയോ ആയിക്കോട്ടെ, അൺസബ് ചെയ്ത് മാക്സിമം പോകാതിരിക്കുക. കാരണം ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷാജിദയ്ക്ക് തന്നെ 1.4 എത്രയൊക്കെയോ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഒരു 19,000 പേരിങ്ങനെ സബ്സ്ക്രൈബേഴ്സ് പിൻവലിച്ച് കഴിഞ്ഞാൽ ആ കുട്ടി താഴത്തേക്ക് ഇറങ്ങി വരൂലേ. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കുറേ ആളുകളായി ഇപ്പോൾ പറയുള്ളൂ ഞങ്ങൾ അൺസബ് ചെയ്തു. ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്ത ആ ഒരു പുണ്യം അല്ലെങ്കിൽ ആ ഒരു നന്മ നിങ്ങൾ തന്നെ എടുത്ത് മാറ്റാതിരിക്കുക. ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇത്രയൊക്കെയെന്ന് പറഞ്ഞാൽ കുറേ ആയിപ്പോയി. സോറി. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ എൻ്റെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ സ്വന്തം അമിനേഷം. ബൈ.